വാൽപ്പാറ അപകടത്തിൽ മരിച്ച 9 പേരുടെയും പൊതുദർശനം തുടരുകയാണ്. പാങ് അമ്പലപ്പറമ്പ് സ്കൂളിൽ ആണ് ഇപ്പോൾ പൊതുദർശനം തുടരുന്നത്. അല്പസമയത്തിനകം പൊതുദർശനം അവസാനിപ്പിക്കണം എന്നതാണ് ബന്ധുക്കളുടെയും ഒപ്പം മതപുരോഹിതരുടെയും ആവശ്യം. വികാരനിർഭരമായ നിമിഷങ്ങളിലൂടെ ആണ് പാങ് എന്ന പ്രദേശം ഇപ്പോൾ കടന്നുപോകുന്നത്. ആ സ്കൂൾ അങ്കണത്തിലേക്ക് ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ ആണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട അധ്യാപകരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അവസാനമായി അവരെ യാത്രയയക്കുന്നതിന് വേണ്ടി പാങ്ങിലെ കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ എല്ലാവരും ഇപ്പോഴും പാങ്ങിലെ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാട് ഒന്നടങ്കം ഏറെ വികാര വായ്പോടുകൂടിയാണ് പ്രിയപ്പെട്ട അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകുന്നത്. വാൽപ്പാറ ദുരന്തത്തിൽ ഒരു സ്കൂളിലെ ഏതാണ്ട് മുഴുവൻ അധ്യാപകരെയും തന്നെ നഷ്ടമാകുന്നു എന്നതാണ് ആ നാടിനെ ഏറെ കണ്ണീരിൽ ആഴ്ത്തുന്നത് എന്നതാണ്. സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി സ്കൂളിലെ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന അധ്യാപകർ എന്ന് തന്നെയാണ് ആ ജനത ഒരേ സ്വരത്തിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഒപ്പം അധ്യാപകർക്കിടയിലും വലിയ സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം അവർക്കിടയിൽ മാത്രമായിരുന്നില്ല, അധ്യാപകരുടെ കുടുംബാംഗങ്ങൾ തമ്മിലും ഊഷ്മളമായ സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ അധ്യാപകർ യാത്രയാകുമ്പോൾ അവസാന നിമിഷങ്ങളിൽ ഉൾപ്പെടെ അവർ പങ്കുവച്ച ചിത്രങ്ങൾ, കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും അവർ പിന്നിട്ട നിമിഷങ്ങൾ, അതെല്ലാം ഇപ്പോൾ ഒരു നൊമ്പരക്കാഴ്ചയായി ആ ജനതയ്ക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത്. 13 പേർ ഉൾപ്പെടുന്ന ഒരു സ്റ്റാഫ് മുറിയിലേക്ക് ഇനി കേവലം 3-4 പേർ മാത്രമാണ് സ്കൂൾ തുറക്കുമ്പോൾ എത്തുന്നത് എന്നത് അവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. ഇനി ആ സ്റ്റാഫ് റൂമിൽ കേവലം 3 പേർ മാത്രമാണ് ശേഷിക്കുന്നത്. മറ്റെല്ലാവരും ഒരേ സമയം യാത്ര പറഞ്ഞിരിക്കുന്നു എന്നത് അവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം എന്നതാണ്. ഇപ്പോൾ CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, എത്രയും പെട്ടെന്ന് പൊതുദർശനം അവസാനിപ്പിച്ച് ചടങ്ങുകളിലേക്ക് കടക്കണം എന്നതാണ് ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യം. പക്ഷേ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ, രക്ഷിതാക്കൾ, അന്നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഇപ്പോൾ ആ സ്കൂൾ അങ്കണത്തിൽ എത്തിയിരിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. പൊതുദർശനം അവസാനിക്കാറായോ? എന്താണ് വിവരങ്ങൾ? 10-15 വരെയാണ് പൊതുദർശനം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് സമയം മാത്രമാണ് ശേഷിക്കുന്നത്. വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇതുവരെ ഒരു നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ വളരെ വേഗത്തിൽ, ധൃതിയിൽ 2-3 വഴികളിലൂടെയൊക്കെ ഈ പേടകങ്ങൾക്ക് അടുത്തെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്, തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഈ 15 മിനിറ്റ് കൊണ്ട് ഈ ഗ്രൗണ്ടിൽ ബാക്കിയുള്ള നൂറുകണക്കിന് ആളുകൾക്ക് അവസാനമായിട്ട് ഇവരെ കണ്ട് യാത്ര പറയാനാകുമോ എന്ന് സംശയമാണ്. അത്രയേറെ തിരക്ക് അനുഭവപ്പെടുന്നു. അത്രയേറെ ആളുകൾ ഇനിയും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഈ ഒരു പന്തലിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഈ കൊടും ചൂടിനെയും അവഗണിച്ചുകൊണ്ട് വളരെ വേദനാജനകമായ കണ്ണീർ നിറഞ്ഞൊഴുകുന്ന ഒരു സ്കൂൾ മുറ്റമായി അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം മാറിയിട്ടുണ്ട്. വിങ്ങലടക്കി, കണ്ണീരൊതുക്കി, തേങ്ങിക്കൊണ്ട് പലരും അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, അവരുടെ പ്രിയപ്പെട്ട ഗുരുനാഥർക്ക്, അവരുടെ പ്രിയപ്പെട്ടവർക്ക് യാത്രാമൊഴിയേകി നടന്നു നീങ്ങുകയാണ്. ഇവിടെ വലിയ വേദനാജനകമായ കാഴ്ചകൾക്കാണ് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം സന്തോഷത്തോടെ ഈ ഒരു അവധിക്കാലത്തിന്റെ മാധുര്യം നുണയാനായി ഒരുമിച്ച് സ്നേഹം പങ്കിട്ട് യാത്രയായിരുന്നവർ, ഒരു വാഹനത്തിൽ പോയിരുന്നവർ ഇതാ 9 വാഹനത്തിലായി ചലനമറ്റ്, വേദനയറ്റ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതും ഒരു സ്കൂളിലെ 6 പേർ, 6 അധ്യാപകർ. ഇനി അവരില്ലാതെ ആ സ്കൂൾ, ആ ക്ലാസ് റൂമുകൾ എല്ലാം അവരില്ലാതെ ബാക്കിയാവുകയാണ്. ഈ ഒരു നാടിന് ഇത് എത്രമാത്രം അതിജീവിക്കാനാകുന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ നമ്മൾ കണ്ടവർ, നമ്മളോട് സംസാരിച്ചവർ, നമ്മൾ കേട്ടറിഞ്ഞവരെല്ലാം തന്നെ വാക്കുകൾ പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. പലർക്കും അവരുടെ
ആരൊക്കെയോ ആണ് ഈ മരിച്ചവരൊക്കെ. ചിലർക്ക് അവരുടെ മക്കളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ചിലർക്ക് സഹപാഠികൾ, ചിലരുടെ സഹപ്രവർത്തകർ, ചിലർക്ക് പല മേഖലകളിലായി കണ്ടവർ, ചിലർക്ക് അവർ നാട്ടുകാരാണ്, ചിലരിത് കേട്ടറിഞ്ഞ് ഓടിയെത്തിയവരാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ നാടൊന്നാകെ അവരുടെ ഓർമ്മയിൽ വെന്തുരുകുകയാണ്, നീര് പൊക്കുകയാണ്, കണ്ണീർ വാർത്ത് അവർക്ക് വിട ചൊല്ലുകയാണ്. വേദനാജനകമായ യാത്രാ പറച്ചിലുകൾക്കാണ് നാട് സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഇതുപോലൊരു യാത്രാമൊഴി ഈ നാട് ഒരു പക്ഷേ ഇതിനു മുമ്പ് ആർക്കും നൽകി കാണില്ല. ഈ അവസാന യാത്രാമൊഴി കേൾക്കുന്നതിന് ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തും ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് തന്നെ അവരുടെ ഹൃദയത്തെ എത്രമാത്രം അത് ആഴത്തിൽ സ്പർശിച്ചിരിക്കാം എന്നതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ ഈ സമയത്ത് കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും കാഴ്ചകൾ കണ്ടും സന്തോഷത്തോടെ പോയവരാണ് മണിക്കൂറുകൾക്കപ്പുറം വേദനയേറ്റ മൃതശരീരങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നത്. ഇത്രമാത്രം വേദനാജനകമായ, ആർക്കും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തത്ര വലിയ ആഴത്തിലുള്ള ദുരന്തം എങ്ങനെ ഇതിനെ മറികടക്കും, എങ്ങനെ ഇതിനെ വെറും ഓർമ്മകൾ മാത്രമാക്കി മാറ്റുമെന്ന് ഇവിടെ എത്തുന്ന ആർക്കും ഒരുപക്ഷെ അറിയണമെന്നില്ല. ഇവിടെ അവർക്കൊപ്പം ജോലി ചെയ്തവരും അവരുടെ കൂടെ പഠിച്ചവരും ഒക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാമെന്ന് പറഞ്ഞ് യാത്ര ചെയ്തത് നിശബ്ദരായി വേദനയേറ്റ് ഇങ്ങനെ വെറുങ്ങലിച്ച് മടങ്ങിയെത്തുമ്പോൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നറിയാതെ വാക്കുകൾ കിട്ടാതെ ലോകയാണ് ഇവിടെ എത്തിയവരൊക്കെ. ഇപ്പോൾ വലിയ തിരക്കേണ്ട മുമ്പിൽ കാണുന്നുണ്ട്. വളരെ തിരക്ക സമയം മാത്രമാണ് ഇനി കേൾപ്പിക്കുന്നത്. ആ സമയം കൊണ്ട് ഈ പന്തലിനെ കുറിച്ച് തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകൾ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ അവസാനമായി യാത്രാമൊഴിയെ കഴിയുമ്പോൾ പോലും തിരക്കിൽ നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ട്. മറ്റൊരു അടിയന്തര സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇപ്പോൾ വാളണ്ടിയർമാരും പോലീസുകാരുടെ സ്വീകരിക്കുന്നത്. പക്ഷേ സമയം വളരെ കുറവാണ് എന്നതുകൊണ്ട് ഓരോ തിരക്ക് വീട്ടി കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ ജാഗ്രത ഈ ഘട്ടത്തിൽ വേണ്ടത് തന്നെയാണ്. എത്രമാത്രം സുരക്ഷ അനുഭവപ്പെടുന്നതിനാൽ മറ്റൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണെന്ന് അനിവാര്യമായി വളണ്ടിയർമാരും പോലീസുമൊക്കെ സ്വീകരിക്കുന്നത്. പക്ഷേ നിയന്ത്രിതമായ രീതിയിൽ ഇതൊക്കെ തുടരുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു നാടിന് ഇതൊരു ചെറിയ ഗ്രാമമാണ് താങ്കൾ. ഈ നാട്ടിൽ ഓരോരുത്തർക്കും തന്നെ പരസ്പരം അറിയുന്ന എത്ര ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിലെ ഏറ്റവും അധികം ആളുകൾ അവരുടെ ആധ്യാത്മികം. വാൽപ്പാറ അപകടത്തെ തുടർന്ന് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ആണ് അവർക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ഇപ്പോഴും അമ്പലത്തറയിലെ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.